അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1338. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ദർ റളിയല്ലാഹു അൻഹു നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു ചെറിയ നന്മ പോലും നീ നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ, നിന്റെ സഹോദരനെ പ്രസന്ന മുഖത്തോടുകൂടെ സമീപിക്കലാണെങ്കിലും ശരി, അതുപോലും നീ ചെറുതായി കാണരുത്. ഈ ഹദീസ് വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. നാം നിസ്സാരമായി കാണുന്ന പലതും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ചെറുതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിവിടരുത്. ചെറിയ നന്മ പോലും, ഒരു നന്മ പോലും നാം ചെറുതായി കാണരുത്. നാം ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുക ഒരു ചെറിയ നന്മയായിരിക്കും. വഖത്തുൽ മഫാത്തിഹിൽ കാണാം, ഒരാൾ മരണപ്പെട്ടപ്പോ അയാളത്തെ സ്വപ്നത്തിൽ ദർശിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, എന്റെ നന്മതിന്മകൾ തൂക്കിയപ്പോൾ തിന്മക്ക് മുൻതൂക്കം കൂടുതൽ, നന്മ വളരെ കുറവാണ്. പരാജയപ്പെട്ടു എന്ന് വിധി വന്നു, നരകത്തിലേക്ക് എന്നെ വിധിക്കപ്പെട്ടു. പെട്ടെന്ന് എന്റെ നന്മയുടെ തട്ടിലേക്ക് ഒരു തുണിസഞ്ചി വന്നു വീണു. വിധി മാറിമറയുകയാണ്. വിജയിച്ചു എന്ന വിധി വന്നു, സ്വർഗാവകാശിയായി മാറി. ഞാൻ അത്ഭുതപ്പെട്ടു നോക്കി, എന്താണത്? ആ തുണിയിലെന്തോന്നുണ്ട്. ആ സഞ്ചിയെ അയച്ചു നോക്കും, ഫൈദാ ഹിയ തുറാബ് അൽഖൈതു അലാ ഖബ്രി മുസ്ലിമിൻ. ഒരു മുസ്ലിമായ മനുഷ്യനെ മറവ് ചെയ്യുമ്പോ ഖബറിന്റെ മുകളിലേക്ക് ഞാൻ വാരിയിട്ട മിൻഹാ ഖലഖ്നാകും എന്ന് പറഞ്ഞ് വാരിയിട്ട മണ്ണായിരുന്നു അത്. ആ ഒരു മണ്ണ് വാരിയിട്ടത് കാരണമാണ് എന്റെ വിധി മാറിമറിഞ്ഞ് ഞാൻ സ്വർഗാവകാശിയായി മാറിയത്. സുബ്ഹാനല്ലാഹ്. വളരെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണല്ലോ അത്. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ അത് കാരണമായി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നന്മകളൊന്നും ചെറുതായി കാണരുത്. പുരുഷന്മാർ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാലം മുന്തിക്കണം, പുറത്തിറങ്ങുമ്പോൾ ഇടതുകാലം മുന്തിക്കണം, ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലണം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാലം മുന്തിക്കണം, പുറത്തു വരുമ്പോ ഇടതുകാലം മുന്തിക്കണം, ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ ഇടതുകാലം മുന്തിക്കണം, പുറത്തു വരുമ്പോൾ വലതുകാലം മുന്തിക്കണം. ഓരോന്നിനും ചൊല്ലേണ്ട ദിക്റുകളും ഇതൊക്കെ നാം ജീവിതത്തിൽ പതിവാക്കി, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഡ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയരുത്. ഇത്തരം കർമ്മങ്ങളെ കൊണ്ടാവാം അള്ളാഹു നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നുതരാം. ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങളുടെ ദൃഷ്ടിയിൽ നിസ്സാരമായി കാണുന്ന ഈ നന്മകൾ കാരണമായിരിക്കും നിങ്ങളൊരു പക്ഷേ സ്വർഗത്തിൽ കിടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം.